നമസ്കാരം. മുഴുനീള വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. 4 വയസ്സുകാരിക്ക് നാവിന് ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടറെ രക്ഷിക്കാൻ ശ്രമമെന്ന് കുട്ടിയുടെ മാതാവ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയുടെ നാവിന് വേദനയുണ്ട്. കേസുമായി മുന്നോട്ടു പോകുമെന്നും മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ടെന്ന നിലപാടിൽ ആരോഗ്യ വകുപ്പ്. ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുലിന് രാജ്യം വിടാൻ പോലീസ് ഒത്താശ. ബംഗളൂരുവിലെത്താനുള്ള സുരക്ഷിത മാർഗം പറഞ്ഞുകൊടുത്തത് പന്തീരാങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരൻ. രാഹുലിനെ റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ നീക്കം. മാതാവും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഴ കനക്കും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, കർണാടക, തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ജ്ഞാനായ സഭ പിളർപ്പിലേക്ക്. സ്വതന്ത്ര സഭയായി മുന്നോട്ടു പോകാൻ നീക്കം. സേവേരിയോസിന്റെ സസ്പെൻഷൻ കോടതി തടഞ്ഞു. 21 അസോസിയേഷൻ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ. നാളെ ചിങ്ങവനത്ത് ശക്തി പ്രകടനം. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രത്യക്ഷ സമരത്തിന് മുസ്ലിം ലീഗ്. 29-ന് കാസർഗോഡ് മുതൽ പാലക്കാട് വരെ കളക്ടറേറ്റുകളിലേക്ക് മാർച്ച്. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ MSF പ്രതിഷേധം. സംസ്ഥാന സെക്രട്ടറി നൌഫൽ അറസ്റ്റിൽ. വായ്പ എടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ നീക്കം പ്രതിസന്ധിയിൽ. കേന്ദ്രാനുമതി വൈകുന്നത് സാമ്പത്തിക ഞെരുക്കം കൂട്ടുന്നു. പെൻഷൻ വിതരണം ഉൾപ്പെടെ അവതാളത്തിൽ.